ഈ വീഡിയോയിൽ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് സീരീസിനെ കുറിച്ചും അതിൻ്റെ കൺവേർജൻസിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾട്ടർനേറ്റിംഗ് സീരീസിനെ ഇൻഫിനിറ്റ് സീരീസിൻ്റെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആ സീരീസിലെ ടേംസ് ഓൾട്ടർനേറ്റ്ലി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിരിക്കും. നമുക്കതിൻ്റെ ആക്ച്വൽ ഡെഫിനിഷൻ നോക്കാം. എ സീരീസ് ഇൻ വിച്ച് ദി ടേംസ് ആർ ഓൾട്ടർനേറ്റ്ലി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഈസ് ആൻ ഓൾട്ടർനേറ്റിംഗ് സീരീസ്. അതായത് ഒരു സീരീസിലെ ടേംസ് ഓൾട്ടർനേറ്റ്ലി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആണെങ്കിൽ ആ സീരീസിനെ നമ്മൾ ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് വിളിക്കും. ഒന്നുകിൽ ഫസ്റ്റ് ടൈം പോസിറ്റീവ്, സെക്കൻഡ് ടൈം നെഗറ്റീവ്, തേർഡ് ടൈം പോസിറ്റീവ്, ഫോർത്ത് ടൈം നെഗറ്റീവ് ആൻഡ് സോ ഓൺ. അതല്ലെങ്കിൽ ഫസ്റ്റ് ടൈം നെഗറ്റീവ്, സെക്കൻഡ് ടൈം പോസിറ്റീവ്, തേർഡ് ടൈം നെഗറ്റീവ്, ഫോർത്ത് ടൈം പോസിറ്റീവ് ആൻഡ് സോ ഓൺ. ഈ ടൈപ്പിലുള്ള സീരീസിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ 1 - 1/2 + 1/3 - 1/4 പ്ലസ് എക്സെട്ര. സോ ഇതിൻ്റെ ഫസ്റ്റ് ടൈം എന്നുള്ളത് 1 ആണ്, സെക്കൻഡ് ടൈം -1/2, തേർഡ് ടൈം 1/3, ഫോർത്ത് ടൈം -1/4 അങ്ങനെ പോകുന്നു. അപ്പോൾ അതൊരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. അതായത് അതിലത്തെ ടൈം ഓൾട്ടർനേറ്റ്ലി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആണ്. സോ അതിനെ നമുക്ക് സിഗ്മ നൊട്ടേഷനിൽ ഇങ്ങനെ എഴുതാം. സമ്മേഷൻ n = 1 to ∞ -1 raised to n + 1 1/n. അതല്ലെങ്കിൽ സമ്മേഷൻ n = 0 to ∞ -1 raised to n 1/n+1. ഇവിടെ തന്നിട്ടുള്ള സീരീസിൻ്റെ ഫസ്റ്റ് ടൈം പോസിറ്റീവ്, സെക്കൻഡ് ടൈം നെഗറ്റീവ് അങ്ങനെ പോകുന്നത് കൊണ്ട് നമുക്ക് സിഗ്മ നൊട്ടേഷനിൽ എഴുതുമ്പോഴും അങ്ങനെ തന്നെ വേണം. അതുകൊണ്ടാണ് സമ്മേഷൻ n = 1 സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് -1 raised to n+1 എന്നും സമ്മേഷൻ n = 0 സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് -1 raised to n എന്നും എടുത്തത്. നമ്മൾ കൂടുതലും ഫസ്റ്റ് നൊട്ടേഷനാണ് യൂസ് ചെയ്യുക. അതായത് ഫസ്റ്റ് ടൈം പോസിറ്റീവ് ആണെങ്കിൽ സമ്മേഷൻ n = 1 to ∞ -1 raised to n+1 into un where un greater than 0. ഫസ്റ്റ് ടൈം നെഗറ്റീവ് ആണെങ്കിൽ സമ്മേഷൻ n = 1 to ∞ -1 raised to n un where un greater than 0. ഈ ഒരു ഫോമാണ് നമ്മൾ സാധാരണ ഫോളോ ചെയ്യാറ്. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. -1/2 + 1/4 -1/8 + 1/16 മൈനസ് എക്സെട്ര. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടൈം നെഗറ്റീവ് ആണ്. സോ അതിൻ്റെ സിഗ്മ നൊട്ടേഷനിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. സമ്മേഷൻ n = 1 to ∞ -1 raised to n 1/2 raised to n. അടുത്ത എക്സാമ്പിൾ നോക്കാം. സമ്മേഷൻ n = 1 to ∞ -1 raised to n+1 is equal to 1 -1 +1 -1 പ്ലസ് എക്സെട്ര. അതും ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. സോ നമുക്കൊരു ഓൾട്ടർനേറ്റിംഗ് സീരീസിനെ ഈ രണ്ട് തരത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം. സമ്മേഷൻ n = 1 to ∞ -1 raised to n+1 un അത് ഫസ്റ്റ് ടൈം പോസിറ്റീവ് ആണെങ്കിൽ. അതല്ലെങ്കിൽ സമ്മേഷൻ n = 1 to ∞ -1 raised to n un അത് ഫസ്റ്റ് ടൈം നെഗറ്റീവ് ആകുമ്പോൾ രണ്ട് കേസിലും un എന്നുള്ളത് പോസിറ്റീവ് ആയിരിക്കണം. ഇനി നമുക്ക് ഓൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ കൺവേർജൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇഫ് സമ്മേഷൻ n = 1 to ∞ an is a series such that ans are alternate in sign, are decreasing in absolute value and tends to 0, then it converges. അതായത് നമുക്ക് തന്നിട്ടുള്ള സീരീസ് ഫോളോയിങ് 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും. അതാണ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് അഥവാ ലെബ്നിസ് ടെസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ കണ്ടീഷൻസ് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ, ദി ടേംസ് ആർ ഓൾട്ടർനേറ്റ്ലി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ദാറ്റ് മീൻസ് ദി ഗിവൺ സീരീസ് ഈസ് ആൻ ഓൾട്ടർനേറ്റിംഗ് സീരീസ്. ഇവിടെ തന്നിട്ടുള്ളത് ഒരു സീരീസിൻ്റെ ജനറൽ ഫോമാണ്. സമ്മേഷൻ n = 1 to ∞ an. അതിൽ നിന്നും ആ സീരീസ് ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇവിടെ തന്നിട്ടുള്ളത്. ഓൾറെഡി സീരീസ് സമ്മേഷൻ n = 1 to ∞ -1 raised to n+1 un where un greater than 0 ഈ ഒരു ഫോമില ആണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ട്രിവിയലി ഹോൾഡ് ചെയ്യും. അപ്പോൾ ആ കേസിൽ നമുക്ക് ഈ കണ്ടീഷൻ എക്സ്ക്ലൂഡ് ചെയ്യാവുന്നതാണ്. ദെൻ സെക്കൻഡ് കണ്ടീഷൻ, ദി ടേംസ് ആർ ഡിക്രീസിങ് ഇൻ അബ്സല്യൂട്ട് വാല്യൂ. അതായത് നമുക്ക് തന്നിട്ടുള്ള സീരീസിലെ ടേംസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ഡിക്രീസിങ് ആയിരിക്കണം. ദാറ്റ് മീൻസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് an greater than or equal to absolute value of an+1 for all n. അതായത് mod a1 greater than or equal to mod a2 greater than or equal to mod a3 greater than or equal to mod a4 and so on. Then last condition, limit n tends to infinity mod an equal to 0. അതായത് തന്നിട്ടുള്ള സീരീസിൻ്റെ ടേംസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ടെൻഡിങ് ടു 0 ആയിരിക്കണം. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ തന്നിട്ടുള്ള സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും. ഇനി നമുക്കിതിൻ്റെ ഒരു ഓൾട്ടർനേറ്റ് വേർഷൻ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള സീരീസ് സമ്മേഷൻ n = 1 to ∞ -1 raised to n+1 un where un greater than 0 ഈ ഒരു ഫോമിലാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ ഒഴിവാക്കാവുന്നതാണ്. സോ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി.
ഇവിടെ ടേംസിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ എന്നുള്ളത് UN ആണ്. സോ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ദി ടേംസ് ആർ ഡിക്രീസിങ് ഇൻ ആബ്സല്യൂട്ട് വാല്യൂ ആൻഡ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി UN = 0. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഗിവൺ ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവേർജ് ചെയ്യും. ഇനി നമുക്ക് കൺവേർജൻ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ സമ്മിനെ അതിൻ്റെ nth പാർഷ്യൽ സം ഉപയോഗിച്ച് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എററിൻ്റെ ഒരു അപ്പർ ബൗണ്ട് കാണാനുള്ള ഫോർമുല ഡിസ്കസ് ചെയ്യാം. സമ്മേഷൻ n = 1 to infinity an എന്നുള്ളത് കൺവേർജൻ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസ്. ആ സീരീസിൻ്റെ സമ്മിനെ അതിൻ്റെ nth പാർഷ്യൽ സം ഉപയോഗിച്ച് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എറർ ലെസ് ദാൻ ദി ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് നെക്സ്റ്റ് ടേം, അതായത് എറർ ലെസ് ദാൻ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് an+1. അതാണ് ഈ ഫോർമുലയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് എസ് എന്നുള്ളത് ആ സീരീസിൻ്റെ സമ്മ്, Sn എന്നുള്ളത് സീരീസിൻ്റെ nth പാർഷ്യൽ സം, ദാറ്റ് മീൻസ് a1 + a2 + etc. + an. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, nth പാർഷ്യൽ സം എടുക്കുമ്പോൾ നമ്മൾ ആ സീരീസിലെ കറസ്പോണ്ടിങ് ടേംസ് തന്നെയാണ് എടുക്കുന്നത്, അല്ലാതെ ആബ്സല്യൂട്ട് വാല്യൂ അല്ല. ദെൻ എസിനെ Sn കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എറർ എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് S - Sn വിച്ച് ഈസ് ലെസ് ദാൻ മോഡുലസ് ഓഫ് an+1. അതാണ് ഈ ഫോർമുലയിൽ പറഞ്ഞിട്ടുള്ളത്. കൺവേർജൻ്റ് ആയിട്ടുള്ള എല്ലാ ഓൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെയും ആക്ച്വൽ സമ്മ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. എങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് ഈ ഫോർമുല ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ലെബിനിസ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം, അതിനുശേഷം എററിൻ്റെ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചെക്ക് ദി കൺവേർജൻസ് ഓഫ് ദി സീരീസ് 1 - 1/2 + 1/3 - 1/4 + etc. ഈ സീരീസാണ് ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. സോ ഈ സീരീസിനെ സിഗ്മ നൊട്ടേഷനിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. സമ്മേഷൻ n = 1 to infinity -1n+1 1/n. So clearly the terms are alternating sign. So first condition hold. Then ഇവിടെ ടേംസിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ എന്നുള്ളത് 1/n ആണ്, അതായത് mod n എന്നുള്ളത് 1/n. സോ mod n+1 = 1/n+1. ക്ലിയർലി 1/n greater than 1/n+1. So mod n greater than mod n+1 for all n. So condition 2 hold. Also limit n tends to infinity mod n = limit n tends to infinity 1/n which is equal to 0. So condition 3 also hold. Then by alternating series test the given series converges. Then next question, test the convergence of the series summation n = 1 to infinity -1n 1/1 + n whole square. So clearly terms are alternating sign. ഇവിടെ n എന്നുള്ളത് -1n 1/1 + n whole square. സോ അതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ mod n = 1/1 + n whole square. സോ n+1th ടേമിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ എന്നുള്ളത് 1/2 + n whole square. ക്ലിയർലി mod n greater than mod n+1 for all n. So the terms are decreasing in absolute value. Also limit n tends to infinity mod n = limit n tends to infinity 1/1 + n whole square which is equal to 0. So by alternating series test the given series converges. Then next question, test the convergence of the series summation n = 1 to infinity cos n pi by 2n. ചിലർക്കെങ്കിലും തോന്നാം ഇതൊരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണോ എന്ന്. നമ്മൾ മുൻപ് ചെയ്ത പ്രോബ്ലം പോലെയല്ല, ഇതും ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. കാരണം കോസ് n പൈ എന്നുള്ളത് n ഓഡ് ആകുമ്പോൾ -1ഉം n ഈവൻ ആകുമ്പോൾ 1ഉം ആണ്. അതായത് കോസ് പൈ = -1, കോസ് 2 പൈ 1, കോസ് 3 പൈ -1, കോസ് 4 പൈ 1 ആൻഡ് സോ ഓൺ. സോ കോസ് n പൈനെ നമുക്ക് -1n എന്ന് എഴുതാം. സോ തന്നിട്ടുള്ള സീരീസിനെ നമുക്ക് ഇതുപോലെ എഴുതാം. സമ്മേഷൻ n = 1 to infinity -1n 1/2n. സോ ക്ലിയർലി ദി ടേംസ് ആർ ഓൾട്ടർനേറ്റിംഗ് സൈൻ. ഇവിടെ an എന്നുള്ളത് -1n 1/2n ആണ്. സോ അതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ, അതായത് mod n = 1/2n. സോ mod n+1 = 1/2n+1. ക്ലിയർലി mod n greater than mod n+1 for all n. Also limit n tends to infinity mod n = limit n tends to infinity 1/2n which is equal to 0. So by Leibniz test the given series converges. Then next question, estimate the magnitude of the error involved in using the sum of first 4 terms of the series summation n = 1 to infinity -1n+1 1/10n to approximate the sum of the entire series. Compare it with the actual value.
അതായത് തന്നിട്ടുള്ള സീരീസിൻ്റെ ആക്ച്വൽ സമ്മിനെ അതിൻ്റെ ഫോർത്ത് പാർഷ്യൽ സം അതായത് S4 ഉപയോഗിച്ച് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എറർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൻ്റെ ആദ്യത്തെ പാർട്ടിൽ തന്നിട്ടുള്ളത്. ദെൻ അതിൻ്റെ ആക്ച്വൽ വാല്യൂവിനായിട്ട് അതൊന്ന് കമ്പയർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഈ സീരീസിൻ്റെ ആക്ച്വൽ സമ്മ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാവുന്നതാണ്, കാരണം ഇതൊരു ജോമെട്രിക് സീരീസ് ആണ് വിത്ത് കോമൺ റേഷ്യോ -1/10. അത് പിന്നീട് ചെയ്യാം. നമുക്ക് ആദ്യം എററിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കാം. ദി ഗിവൺ സീരീസ് ഈസ് 1/10 -1/10 square plus 1/10 cube minus 1/10⁴ plus etc. അതൊരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. അത് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് ഉപയോഗിച്ച് കൺവേർജ് ചെയ്യും. ആദ്യം നമുക്കതിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാം. ക്ലിയർലി ടേംസ് ആർ ഓൾട്ടർനേറ്റിംഗ് സൈൻ. ദെൻ ഇവിടെ മോഡ് n എന്നുള്ളത് 1/10⁻n ആണ്. മോഡ് n+1 എന്നുള്ളത് 1/10⁻n+1. സോ 1/10⁻n ഗ്രേറ്റർ ദാൻ 1/10⁻n+1 അത് ക്ലിയർ ആണ്. സോ മോഡ് n ഗ്രേറ്റർ ദാൻ മോഡ് n+1 ഫോർ ഓൾ n. ഓൾസോ ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി മോഡ് n ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി 1/10⁻n which is equal to 0. So by alternating series test the given series converges. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഈ സീരീസിൻ്റെ ആക്ച്വൽ സമ്മിനെ ഫോർത്ത് പാർഷ്യൽ സം ഉപയോഗിച്ച് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എററിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനാണ്. സോ നമുക്ക് ഓൾറെഡി ഫോർമുല ഉണ്ട്. മോഡുലസ് ഓഫ് S-Sn ലെസ് ദാൻ മോഡുലസ് ഓഫ് an+1. ഇവിടെ മോഡ് n എന്നുള്ളത് 1/10⁻n ആണ്. സോ മോഡുലസ് ഓഫ് an+1 എന്നുള്ളത് 1/10⁻n+1 ആണ്. സോ ഹിയർ n ഈക്വൽ ടു 4. സോ മോഡ് S-S4 ലെസ് ദാൻ മോഡ് a5 which is equal to 1/10⁵ which is equal to 0.00001. അപ്പോൾ എറർ എന്നുള്ളത് ലെസ് ദാൻ 0.00001. ദെൻ ഇതൊന്ന് നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. ആദ്യം ഈ സീരീസിൻ്റെ ആക്ച്വൽ സമ്മ് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ജോമെട്രിക് സീരീസ് ആണ് വിത്ത് ഫസ്റ്റ് ടേം a ഈക്വൽ ടു 1/10, കോമൺ റേഷ്യോ r ഈക്വൽ ടു -1/10. സോ അതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ എന്നുള്ളത് 1/10 വിച്ച് ഈസ് ലെസ് ദാൻ 1. നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തു ഒരു ജോമെട്രിക് സീരീസ് കൺവേർജ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കോമൺ റേഷ്യോൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കണം. സോ ഇവിടെ അത് ലെസ് ദാൻ 1 ആണ്. സോ അത് കൺവേർജ് ചെയ്യും. കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സം എന്നുള്ളത് a/1 - r ആണ്. ആ ഫോർമുല യൂസ് ചെയ്തിട്ട് s ഈക്വൽ ടു 1/10 by 1 minus -1/10 which is equal to 1/11. S4 എന്നുള്ളത് ആ സീരീസിലെ ഫസ്റ്റ് 4 ടേംസിൻ്റെ സമ്മ് which is equal to 0.0909. ദെൻ ഇവിടെ എറർ എന്നുള്ളത് എസും S4ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് which is equal to 1/11 minus 0.0909 അതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ which is equal to 0.0000909 അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. എന്തായാലും ക്ലിയർലി വിച്ച് ഈസ് ലെസ് ദാൻ 1/10⁵. സോ ഈ കേസിൽ നമ്മൾ ആ ഫോർമുല വെരിഫൈ ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സം ഓഫ് ദി സീരീസ് 1 -1/2 + 1/3 -1/4 പ്ലസ് എക്സെട്ര വിത്ത് എൻ എറർ നോ മോർ ദാൻ 0.04. ഈ ഓൾട്ടർനേറ്റ് സീരീസിൻ്റെ ആക്ച്വൽ സമ്മ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ആക്ച്വൽ സമ്മിനെ SN കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോഴുള്ള എറർ ലെസ് ദാൻ 0.04 വരണമെങ്കിൽ n ചൂസ് ചെയ്യാവുന്ന മിനിമം വാല്യൂ കണ്ടുപിടിക്കാനാണ്. ഓൾറെഡി ഈ സീരീസ് കൺവേർജ് ചെയ്യുന്നതെന്ന് നമ്മൾ ക്വസ്റ്റ്യൻ 1 പ്രൂവ് ചെയ്തു. ഇനി അത് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് ഉപയോഗിച്ച് ഗിവൺ സീരീസ് കൺവേർജൻ്റ് ആണ്. നമുക്കറിയാം മോഡുലസ് ഓഫ് S-Sn എന്നുള്ളത് ലെസ് ദാൻ മോഡുലസ് ഓഫ് an+1. ഇവിടെ മോഡ് n എന്നുള്ളത് 1/n ആണ്. സോ മോഡുലസ് ഓഫ് an+1 എന്നുള്ളത് 1/n+1 ആണ്. നമുക്കിവിടെ എറർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.04 ആണ് ആവശ്യം. ഓൾറെഡി എറർ എന്നുള്ളത് ലെസ് ദാൻ 1/n+1 എന്ന് നമ്മൾ മുകളിൽ ചെയ്തു. സോ 1/n+1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.04 ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന n കണ്ടുപിടിച്ചാൽ മതി. 0.04 എന്നുള്ളത് 1/25 ആണ്. സോ 1/n+1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/25 ടേക്കിംഗ് റെസിപ്രോക്കൽ n+1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 25 which implies n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 24.
സോ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 24 ആയി കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് എസ് മൈനസ് എസ് എൻ എന്നുള്ളത് ലെസ് ദാൻ 0.04 ആയിരിക്കും. സോ n ചൂസ് ചെയ്യാവുന്ന മിനിമം വാല്യൂ എന്നുള്ളത് 24 ആണ്. സോ ടേക്ക് n ഈക്വൽ ടു 24, ദെൻ മോഡ് എസ് മൈനസ് എസ് 24 ലെസ് ദാൻ 1/25 വിച്ച് ഇസ് ഈക്വൽ ടു 0.04. നമുക്കിനി S24 എന്താണെന്ന് നോക്കാം. അത് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ആ സീരീസിലെ ഫസ്റ്റ് 24 ടേംസിൻ്റെ സമ്മ് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.6727. സോ സീരീസിൻ്റെ ആക്ച്വൽ സമ്മും 0.6727 തമ്മിലുള്ള ഡിഫറൻസ് 0.04നേക്കാളും കുറവായിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, തന്നിട്ടുള്ള സീരീസിൻ്റെ ആക്ച്വൽ സമ്മ് നമുക്ക് കണ്ടുപിടിക്കാൻ ഇപ്പോൾ സാധിക്കുകയില്ല എന്ന്. പക്ഷെ അതിന് പകരം ഈ 0.6727 യൂസ് ചെയ്താലും എറർ എന്നുള്ളത് 0.04നേക്കാളും കുറവായിരിക്കും. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിരുന്നു ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടെസ്റ്റ് ദി കൺവേർജൻസ് ഓഫ് ദി സീരീസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity minus 1 raised to n 1/n raised to p where p greater than 0. Second question, test the convergence of the series summation n equal to 1 to infinity minus 1 raised to n 1/3 raised to n plus 1. Third question, test the convergence of the series summation k equal to 1 to infinity minus 1 raised to k by root k. ഈ 3 ക്വസ്റ്റ്യൻസും നമുക്ക് ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ചെയ്ത പോലെ തന്നെ ചെയ്യാവുന്നതാണ്. ദെൻ ടെസ്റ്റ് ദി കൺവേർജൻസ് ഓഫ് ദി സീരീസ് സമ്മേഷൻ k equal to 2 to infinity cos pi k by ln k. ln1 എന്നുള്ളത് 0 ആയതുകൊണ്ടാണ് നമ്മൾ സമ്മേഷൻ 2ൽ സ്റ്റാർട്ട് ചെയ്തത്. ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോളൂ, നാച്ചുറൽ ലോഗരിതം ഒരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. സോ അതിൻ്റെ റെസിപ്രോക്കൽ ഡിക്രീസിങ് ആണ്, അതിവിടെ യൂസ് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സം ഓഫ് ദി സീരീസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity minus 1 raised to n by 3 raised to n plus 1 with an error of no more than 0.01. അത് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത പോലെ ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എസ്റ്റിമേറ്റ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി എറർ ഇൻവോൾവ്ഡ് ഇൻ യൂസിങ് ദി സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഓഫ് ദി സീരീസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity minus 1 raised to n plus 1 0.01 raised to n by n to approximate the sum of the entire series. അത് നമ്മൾ 4th ക്വസ്റ്റ്യൻ ചെയ്ത പോലെ ചെയ്യാവുന്നതാണ്.